അപ്പൊ നല്ല ഇതായിട്ട് പറയണേ. അപ്പോ എനർജറ്റിക് ആയിട്ട് അവർക്ക് എൻകറേജിംഗ് ആയിട്ട് പറയും. ഹായ് ഗൈസ്, വെൽക്കം ടു ഡബിൾ ബാരൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറയുന്നതിന് മുന്നേ ഞങ്ങളുടെ 3 പേരുടെയും വക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഒരു പുതുവത്സരമായിട്ട് നമുക്ക് ഒരു Q&Aയിലൂടെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ പുതുവത്സരമായിട്ട് നമുക്ക് ഒരു Q&Aയിലൂടെ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? ഇന്നലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്ത് വേണേൽ ചോദിക്കാന്നുള്ളത്. അപ്പോൾ കുറച്ച് എൻ്റെ അക്കൗണ്ടിലും അവൻ്റെ അക്കൗണ്ടിലും കുറച്ച് പേര് അങ്ങോട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ ഉത്തരം തരുന്നതാണ്. നല്ല നല്ല ചോദ്യങ്ങൾ എല്ലാവരുടെയും ചിലരും ചോദ്യം ചോദിച്ചിട്ടില്ല, ഹാപ്പി ന്യൂ ഇയർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പേര് പറഞ്ഞിട്ട് അവരുടെ അവര് റിയാക്ട് ചെയ്തല്ലോ, അവര് റിയാക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ്. നമുക്ക് തുടങ്ങാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം, അച്ചുവിൻ്റെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലെ ചോദ്യങ്ങൾ. ഇവള് പിണക്കത്തിലായിരുന്നു, കാരണം ഇവളുടെ ചോദ്യങ്ങളൊന്നും ആരും ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിന് റിപ്ലൈ എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി പോവുള്ളൂ. എന്തിനാ ഞാൻ പാവം, ഞാൻ വെറുതെ എനിക്ക് വേറെ പണിയുണ്ട് ഇപ്പൊ ഞങ്ങള് ചോദ്യങ്ങളൊക്കെ ഇട്ടത് പോട്ടെ. അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ Q&A ഇടുമ്പോൾ ഇവളുടെ പേരും കൂടെ ചേർത്തിട്ട്, അല്ലെ ഇവളോട് കൂടെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചേർത്തിട്ട് വേണം നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ഇടാൻ. അങ്ങനെ ആരെ കൊണ്ട് പറഞ്ഞൊന്നും ഇടിപ്പിക്കാൻ പറ്റില്ല ഗൈസ്, എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. ഞാനല്ല ഫീൽ അടിച്ചത്, അമ്മല്ല ഫീൽ. ഞാനെന്തിനാ 3 പേരുടെ Q&A ഇട്ടേക്കുന്നത്? 3 പേരെ ചോദ്യങ്ങളും കാര്യങ്ങൾ ചോദിക്കാനായിട്ടാണ് ഞാൻ 3 പേരെ കൂടെ ഇട്ടേക്കുന്നത്. അവരെപ്പോഴാണ് 3 പേരെ Q&A ഇട്ട്? 3 പേരെ പിക്ക് എടുത്ത് ഇട്ടേക്കണ്ടില്ലേ? ഓ അങ്ങനെ പിക്ക്. എന്നിട്ട് അവർ ചോദിക്കാത്ത എന്റെ കുഴപ്പമാണോ? എന്നെ കുറ്റം പറഞ്ഞിട്ടിരിക്കും. സെലിബ്രിറ്റി ആവണം. ഒരു കാര്യം ചെയ്യാം, നേഴ്സിംഗ് പണി നടത്തിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് തുടങ്ങാമോ? വേണ്ട, അവള് ഇങ്ങനെങ്കിലും ജീവിച്ചു പോട്ടെ. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം വെറുപ്പിക്കാതെ ആദ്യം നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാം. അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ചോദ്യങ്ങൾക്കുള്ള റിപ്ലൈ ഇപ്പൊ ആദ്യം തരാവേ. ജയലക്ഷ്മി എന്താ ചോദിച്ചേക്കുന്നത്? നിങ്ങൾ ട്വിൻസിനെ ആയിരിക്കോ മാരി ചെയ്യാം? ഇവര് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എന്റെ പാർട്ടി സമ്മതിക്കുക. അങ്ങനെ ആരും വരുന്നുണ്ട് കേട്ടല്ലോ. അല്ല, ഞങ്ങൾക്ക് ട്വിൻസിനെ മാരി ചെയ്യണമെന്ന് യാതൊരു താല്പര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൺസെപ്റ്റ് അനുസരിച്ച് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഗൈസ്. അതുകൊണ്ടൊക്കെ വെറുതെ എന്ത്. അതെ, അപ്പൊ നമ്മളത് വിട്ടു. ആ ചോദ്യം അല്ലല്ല, നല്ല ചോദ്യം അത്. ഞാൻ എനിക്കറിയാം, ഞാൻ ഇവിടെ ഇരിക്കുന്നത്, എനിക്കിതെല്ലാം ഉള്ളു പണി. എന്നെ പറ്റി ആരും ചോദിച്ചിട്ടൊന്നും. അടുത്ത KL02 ഗേള് കമ്മിറ്റഡ് ആണോ? ഇവരാണോ ചോദിച്ചത്? അല്ല, ആദ്യം അമ്മ പറ. നേരെ നോക്കി പറ. ഞാനും ആണ്. ഞാൻ അല്ല, ഈ കൂട്ടത്തിൽ സിംഗിൾ പസംഗ് ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. നോട്ട് ദ പോയിന്റ്, സിംഗിൾ പസംഗ്. മരട്ട് സിംഗിൾ. അവൻ കമ്മിറ്റഡ് ആയിരുന്നു, അവന്റെ കയ്യിരിപ്പ് കൊണ്ട് പോയി. അയ്യോ എന്റെ ദൈവം, അങ്ങനൊന്നും അല്ല. അവനെങ്ങനാ അടുത്തതേ കളഞ്ഞില്ലേ? എന്റെ ഇമേജ് ഒന്നും കളഞ്ഞില്ല. ഇവന്റെ സത്യസന്ധത ആരും അറിഞ്ഞില്ല, ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ. കലിപ്പന്റെ അമ്മൂസ്. ഹായ് ബ്രോസ്, നിങ്ങൾ ടിൻസ് ആണോ അതോ ചേട്ടനും അനിയനും ആണോ? ഇവര് ടിൻസ് ആണ്. ഇതാണ് തലയ്ക്ക് കുറച്ച് മൂത്തത്, ഇത് കുറച്ച് ഇടയത്. വിത്തിൻ 2 മിനിറ്റ്സിന്റെ വ്യത്യാസം. ഇല്ല, ശരിക്കും പറഞ്ഞാൽ അമ്മ ഇപ്പൊ പുതിയതാ പറയുന്നത്. അത് ഞാനാണ് രണ്ടാമത് വന്നത്, അല്ല ആദ്യം വന്നത്. അപ്പൊ ആദ്യം വന്നവൻ ഇളയത്, രണ്ടാമത് വന്നവൻ മൂത്തത്. ശരിക്കും അങ്ങനെയാണെന്നാണ് അമ്മ പറയുന്നത്. ഞങ്ങൾ അങ്ങോട്ടേക്ക് ട്വിസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മൂത്തത്, അവൻ ഇളയത്. അങ്ങനല്ല ഗൈസ്, ആദ്യം വന്ന ആളാണ് എന്റെ അറിവിൽ മൂത്തത്. അല്ലല്ല, സിസേറിയനല്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അമ്മ പറയുന്നത്. അമ്മക്ക് ഭ്രാന്താ. അമ്മേ കുഴപ്പമില്ല, ഇളയതാണെങ്കിലും മൂത്ത ആരാണോ ലോകം കണ്ടത് അവര് മൂത്തതാ. നേരത്തെ പോലെ അല്ല, നേരത്തെ ഒരു എന്താ പറയുന്നുണ്ട്, ഒരു മാസം മുന്നേ വരെ ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ 5 മിനിറ്റ് മൂത്ത, ഞാൻ 5 മിനിറ്റ് മൂത്താണ് പറയുന്നത്. പക്ഷേ 1 മിനിറ്റേ ഉള്ളൂ, 2 മിനിറ്റ്സ് ഒന്നുമില്ല, ഒറ്റ മിനിറ്റ്. അവിടെ ടൈം എടുത്തപ്പോ അങ്ങനെ പറയുന്നത്. അടുത്തത് അമ്മൂസ് അജിത്തെ, ചേട്ടന്മാര് സൂപ്പറാണ്, മാരേജ് എന്നാണ്. ആവുമ്പോ ഞാൻ അറിയിക്കാം. ഇവിടെ സൂപ്പർ ആട്ടോ. ഞാൻ പറയുവാണേ, ഞാൻ പറഞ്ഞു. മാരേജ് ഒന്നും ആയിട്ടൊന്നും ഇല്ല, തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇപ്പഴേ കെട്ടിക്കത്തില്ല, വെറുതെ എന്തിനാ? ബാക്കി പറ. അവിടെ ചോദ്യം ബാക്കി. അടുത്തതേ
ജെറി തെക്കേക്കര. ഈ വർഷം ആരാണ് നിങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത്? വൈ എന്നൊന്നുമില്ല ഗൈസ്. എന്റെ ഒരു അറിവിൽ ഇവരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഞാനാണ് ഗൈസ്. അല്ല ഞങ്ങളുടെ അങ്ങനൊന്നുമില്ല. ഞങ്ങളുടെ കൂട്ടുകാരും ഫ്രണ്ട്സുകാരും അമ്മുണ്ട്, വീട്ടുകാരും ഉണ്ട്. ചെറിയ കാര്യം പോലും ഞങ്ങൾ ഹാപ്പി ആവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ചെറിയ കാര്യം മതി, അല്ലെങ്കിൽ വലിയ കാര്യമൊന്നും വേണമെന്നൊന്നുമില്ല. പിന്നെ അങ്ങനെ എടുത്തു പറയാനുള്ള റീസൺ ഒന്നും ഇല്ലല്ലേ? എന്നെ പറ്റി പറയാം. അമ്മു വൈ അല്ല, എടുത്തു പറയാനുള്ള റീസൺ അല്ലേ? അമ്മു പേര് മാത്രല്ല, ചേട്ടൻ വൈ ചോദിച്ചിട്ടുണ്ട്. ചെറുത്തേക്കര വൈ എന്തുകൊണ്ട് അതാ പറഞ്ഞ ചെറിയ കാര്യങ്ങളിൽ ഞങ്ങൾ ഹാപ്പി ആവുന്നാ പറഞ്ഞത്. എന്നെ പറയല്ല ചെറിയ കാര്യങ്ങൾ. അയ്യോ, അമ്മ അങ്ങനെ ഹാപ്പി ആവുന്നില്ല കേട്ടോ. വലിയ വലിയ കാര്യങ്ങളാണ് അമ്മനെ ഹാപ്പി ആവും. അതെ, ചെറിയ കാര്യം മതി പിണങ്ങിയിരിക്കാനും. എനിക്ക് ഇതുപോലുള്ള എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ മതി ഗൈസ്, ഞാൻ ഹാപ്പി. ഓക്കെ കേട്ടാണോ? പെപ്സി അല്ല, മാങ്കോയാ ഇഷ്ടം. മിസ്റ്ററില്ല അശ്വിൻ അജിത്ത് പിള്ളേര് മോനെ എടുത്തു പറയണ പേര് ഒന്നുകൂടെ. അശ്വിൻ എന്റെ അനിയനെ. The most memorable day in 2024 that you spent with your friends. വളരെ വളരെയധികം ഒരു അർത്ഥവത്തായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. അതെ, ഒന്നുകൂടെ പറയുന്നതിന് The most memorable day in 2024 that you എന്തുവാ പറയണ്ടെന്നോ? നമ്മളെ ഫ്രണ്ട്സുമായിട്ട് അല്ല, അങ്ങനല്ല, ഫ്രണ്ട്സുമായിട്ട് ചെലവഴിച്ച എല്ലാ മൊമെന്റും എനിക്ക് പക്ഷേ എനിക്ക് ഏറ്റവും ഇത് ഓർമ്മ വയ്ക്കുന്ന മറ്റേ കോഴിക്കോട് നമ്മൾ പോയ അന്ന് രാത്രിയിൽ. എന്താ ഞങ്ങൾ എനിക്കത് മാത്രമേ കോഴിക്കോട് പോയത്. കോഴിക്കോട് അശ്വിന് ഗൗരി നമ്മളെല്ലായിട്ട് ചായ കുടിക്കാൻ പോയത്, അതെല്ലാം അടിപൊളിയല്ലേ? അല്ല, അതാ പറഞ്ഞ ഫ്രണ്ട്സുമായിട്ട് ചെലവഴിച്ച എല്ലാ മൊമെന്റ്സും നമുക്ക് സ്പെഷ്യലാണ്. മോസ്റ്റ് മെമ്മറബിൾ ഡേയ്സാ. ദംഷ്രാസ് എടുത്തു പറയാനൊരു ഡേ ഉണ്ട്, ഇവളുടെ എൻഗേജ്മെന്റ്. അവിടെ എല്ലാരും ഉണ്ടായിരുന്നു guys. അപ്പൊ എല്ലാരും ഒത്തുകൂടി ഒരു ഡേ ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പെട്ടെന്ന് കുറച്ച് പേരെ ഞങ്ങൾക്ക് ഇതായിട്ടുള്ള കുറച്ച് പേരൊക്കെ മിസ്സിംഗ് ആയിരുന്നു. അഞ്ജന, പിന്നെ ആരാണ്ടൊക്കെ ഇല്ലായിരുന്നു. പാർട്ടി ചില പൊന്നൊന്നും ഇല്ലായിരുന്നു. പൂപ്പൊന്നു അല്ല, പൂജ എന്ന് പറയാൻ വന്നേ. കുറച്ച് പേരൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അത് എടുത്ത് പറയാനൊരു ഡേ ആയിരുന്നു, മോസ്റ്റ് മെമ്മറബിൾ ഡേ. നല്ല അമ്മുവിന്റെ എൻഗേജ്മെന്റും ആയിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ നിനക്ക് ഉത്തരം കിട്ടിയില്ലടാ. പ്രപഞ്ചം എന്ന് പറഞ്ഞൊരു തലകുറിച്ചവന്റെ ആണ് അടുത്തത്. നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ പണിയുന്നു കൊടുക്കടാ ഉത്തരം. വേറെ പണിയൊന്നുമില്ലല്ലോ പ്രപഞ്ചം. നീ അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ, നിനക്ക് അത് പണി. അപ്പൊ ഞങ്ങൾ യൂട്യൂബ് ഒന്ന് ഇതാക്കാനായിട്ട് ഞങ്ങൾ ഒരു ചോദ്യം, ഞങ്ങളുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ കടമ, ഞങ്ങളുടെ ജോലി. പിന്നെ ഞങ്ങൾക്ക് വേറെ എന്ത് പണി? ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നീങ്ങ വാടാ, ബാക്കി തരാം ഞാൻ പണി. അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ വായിക്കും. അമ്മുവിനെ എന്തെങ്കിലും ഉൾപ്പെടുത്തിയുള്ള ചോദ്യമായിരിക്കും. ഏതാ? അല്ല, ഓ അത് അമ്മു തന്നെ എഴുതിയ ചോദ്യമാണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട് എവിടെയാ? കണ്ട് നല്ല പരിചയം തോന്നുന്നു. ഞാൻ ഉത്തരം തരുന്നില്ല, സ്കിപ്പ് ചെയ്യാം. ചോദ്യം ചോദിച്ച അമ്മു തന്നെ, അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം അനില. എനിക്കറിയാം. അനില, ഡു യു ഗൈസ് വിഷ് ടു ഹാവ് ട്വിൻ പാർട്ണർ? പോയില്ല. അത് ആദ്യം ചോദിച്ച ചോദ്യം തന്നെയല്ലേ ഇത്. അപ്പൊ ഞാൻ അതിന് മുന്നേ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ട്വിൻ പാർട്ണറിനോട് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മുടെ കൺസെപ്റ്റിനായാലും വരുവാണെങ്കിൽ ഇനിയിപ്പോ പറ്റത്തില്ലല്ലോ, ഒരാളെ കമ്മിറ്റഡ് ആയി പോയി. ഇനിയിപ്പോ എവിടെ നിന്ന് എടുത്തിട്ട് ട്വിൻ പാർട്ണറിനെ എടുക്കാനാ പാർട്ണറെ? അടുത്തത് ദ പാട്ടുകാരി കുട്ടി. നിങ്ങളിലെ ഡിഫറൻസ് എന്താ? ആരാ മൂത്തത്? തലയ്ക്കല്ലാട്ടോ. ഓ, തലയ്ക്ക് മൂത്തതല്ലെന്ന് എടുത്ത് പറഞ്ഞത് ഞങ്ങളുടെ തലയ്ക്ക് മൂത്തിരിക്കുവാന്നാണോ? അമ്മ വേണേ അത് പറയും, ഞങ്ങളുടെ തലയ്ക്ക് മൂത്തിരിക്കുക. ചേച്ചി ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചി. പക്ഷെ വീഡിയോ കാണുന്നത് നിങ്ങൾ പറയും ഇവിടെ തലയ്ക്ക് മൂത്തിരിക്കുന്നു. നിങ്ങളുടെ ആരാ മൂത്തത്? ഞാനാ മൂത്തത്. ഇവനാ മൂത്തത്. അമ്മയുടെ പ്രകാരം ഇവനാ മൂത്തത്. എനിക്ക് തലയ്ക്ക് ഇതൊന്നും ഇല്ല. ഇവരുടെ രണ്ടുപേരും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചിലർ പെട്ടെന്ന് കണ്ടുപിടിക്കും, ചിലർക്ക് ഭയങ്കര പാടായിരിക്കും. ചിലർ ആദ്യം കാണുന്നവർ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യും. അവർ തന്നെ പറയും നല്ല ഡിഫറൻസ് ഉണ്ടെന്ന്. ഇവന്റെ മുഖത്ത് നല്ല വീതിയുണ്ട്, ഇവന്റെ മുഖം സ്ക്യൂസ് ചെയ്ത പോലെ ഇരിക്കുന്നത്. രണ്ടുപേരുടെ ഹെയർ സ്റ്റൈൽ ഒരുപോലെ ആണെങ്കിലും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ മുഖത്ത് അധികം മറുകുകളുള്ള വ്യക്തി ഈ കുട്ടിയാണ്. ഇഷ്ടം പോലെ ഉണ്ട്, സൂക്ഷിച്ചു നോക്കിയാൽ മതി. താണ്ടി വന്നുകൊണ്ട് കുറച്ചൊക്കെ സ്കിപ്പായി പോയിരിക്കുന്നത്. പിന്നെന്താടാ? പിന്നെ കണ്ണ്, അവൻ നല്ല വിരിഞ്ഞ കണ്ണ്. നിങ്ങൾക്ക് ഡിഫറൻസ് ഒക്കെ കിട്ടിയില്ല. പിന്നെ എന്റെ മീശ ഇങ്ങനെ വരുന്നത്, അവന്റെ മീശ ഇങ്ങനെ വരുന്നത്. പിന്നെ എന്റെ താടി ഇങ്ങനെ വരും. പിന്നെന്താ കേട്ടല്ലോ, നിങ്ങൾ ഡിഫറൻസ് ഒക്കെ ഇടല്ലോ. ഇനി നിങ്ങൾ ഡിഫറൻസ് ചോദിക്കരുത്. ഇത് ചുമ്മാ കോമഡി കിടുന്നായിട്ട് നിങ്ങളെ കളിയാക്കുന്നൊന്നുമല്ലേ. അടുത്ത് ആര്യ കുക്കൂസ് 3. എന്താണ് ഇന്ദുചൂടിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇന്ദുചൂടിന് അങ്ങനെ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നല്ല നല്ല വീഡിയോസ് ചെയ്യണം, പുതിയ പുതിയ കണ്ടന്റ്, നല്ല അടിപൊളി കണ്ടന്റ് ഇറക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ സിനിമയിൽ അഭിനയിക്കണം. സിനിമ അതാണ് ഫ്യൂച്ചർ പ്ലാൻ മെയിൻ. എങ്ങനെയാണ് സിനിമ ചെയ്യണം? അടുത്തത് ക്രിസ്റ്റി 369. എപ്പോ കാണാൻ പറ്റും മിസ്റ്റർ അനന്തു ആൻഡ് മിസ്റ്റർ അർജുൻ? മിസ്റ്റർ അഭിരാമി ഇല്ല. നീ ആദ്യം നാട്ടിലോട്ട് വരണം, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ കേട്ടോ മിസ്സസ് ക്രിസ്റ്റി? മിസ് ക്രിസ്റ്റി. അടുത്ത നന്ദന രാജു. നിങ്ങൾ സിഗ്മ ആണോ? ബട്ട് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഒരാളെ. അതാരാ മോളെ? ഒരാളെന്ന് പറഞ്ഞപ്പോ എടുത്ത് പേര് പറയണം. പേര് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല.
അപ്പോൾ അവനോട് മാത്രമേ അടുത്തതെ ദേവു അമ്മൂസ്. ചേട്ടൻ ആരോടെല്ലാം ക്രഷ് ഉണ്ടോ? സീരിയസ് ആയിട്ട് പറയണേ, എസ് ഓർ നോ. ഈ ചേട്ടനെന്ന് ഉദ്ദേശിക്കുന്ന രണ്ടുപേരുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമാണ്. ആണോ? അപ്പൊ ഇങ്ങനെ ക്രഷ് എനിക്ക് ഒരുപാട് പേരോട് ക്രഷ് ഉണ്ട്. അത് ആരൊക്കെയാന്ന് എടുത്ത് പറയണം. ആരൊക്കെയാന്ന് എടുത്ത് പറയണം. പറയത്തില്ല. പിന്നെ എൻ്റെ ക്രഷ് പറയാനല്ല എൻ്റെ ജോലി. എനിക്ക് റീസെൻ്റ് ആയിട്ട് അങ്ങനെ ആരോട് ക്രഷ് തോന്നിയിട്ടില്ല. എന്താ? വെറുതെ അല്ല, ഞാൻ ആരോടെ ക്രഷ് തോന്നി പറഞ്ഞിട്ടുള്ളത്? നീ പറയത്തില്ലല്ലോ. നീ ആരോടാ പറയുന്നത്? പിന്നെ വെറുതെ എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം ചോദിക്കും. എനിക്കറിയാം കീർത്തനെ എല്ലാ കാര്യം അറിയാം. എങ്കിലും നീ ചോദിക്കാൻ പറഞ്ഞോണ്ട് ചോദിക്കാം. എല്ലാ കാര്യം അറിയാവുന്ന എല്ലാം അറിയാവുന്നുണ്ട്. എല്ലാം അറിയാം. ഞാനൊരു കാര്യം അങ്ങോട്ട് ഇട്ടു. എന്റെ പൊന്ന്, എല്ലാം അറിയാം. എങ്കിലും നീ ചോദിക്കാൻ പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കാം. എന്നാ കാണുക? നമ്മൾ കുട്ടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നീ ചോദിക്കാൻ പറഞ്ഞോണ്ട് ഞാനങ്ങ് ചോദിക്കുക. നീ അങ്ങ് അത് ആസ്ക് സംതിങ് ക്വസ്റ്റ്യന്റെ കാര്യം ഞാൻ ആരോടും പറഞ്ഞു. അങ്ങോട്ട് കിടന്നില്ല. അടുത്തത് ഉത്തരം പറയണമല്ലേ? അടുത്ത ശുഭമുഹൂർത്തത്തിൽ നമ്മൾ കാണാം. കേട്ടല്ലോ, വൃത്തിയായിട്ട് ഉത്തരമായി. മിസ്സസ് റിജുൽ. എന്താ ഉദ്ദേശം? എനിക്ക് അതിന് ഉത്തരവുണ്ട്. ബ്രദേഴ്സ് ലവർ. ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? ഇതൊക്കെ തന്നെ പരിപാടി. ഭയങ്കരമായിട്ട് പടക്കം പൊട്ടിച്ചായിരുന്നു ഗൈസ്. സൂപ്പർ ആയിരുന്നു ഗൈസ്. ഞങ്ങളുടെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം പടക്കങ്ങളായിരുന്നു. അടുത്തത് അജിത്ത് അജി V03. 2024 ബെസ്റ്റ് മെമ്മറി ഓഫ് ദ ഡേ. എന്താടാ പറഞ്ഞായിരുന്നല്ലോ 2024 ബെസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റ് ദിവസം. ആ എൻഗേജ്മെന്റ് ദിവസം, ആ ദിവസത്തിൽ നടന്ന ബാക്കി പരിപാടികളും എല്ലാം. അടുത്തത് അനു മണിക്കുട്ടൻ. അതൊരാ ജിമ്മിലുള്ള. എന്താ മക്കളെ ജിമ്മിൽ വരാത്തത്? എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് മടിയുള്ളതല്ല. ഞാൻ ജിമ്മിൽ വരാത്തത് എനിക്ക് ഇഞ്ചുറി ഉള്ളതുകൊണ്ട്. ഇഞ്ചുറി എനിക്ക് കൈ ഇങ്ങനെ പൊക്കാൻ പോലും പറ്റുന്നില്ല. ഇവർ എന്നെ കൊണ്ടുവന്ന് പറഞ്ഞായിരുന്നു ജിമ്മിൽ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു ഒരു പോകത്ത്. അല്ല, എനിക്കും ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. ആ ഇഞ്ചുറി ജസ്റ്റ് ഒന്ന് മാറാനായിട്ട് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്താൽ, അല്ലാതെ മടി ഉണ്ടായിട്ടൊന്ന് അങ്ങനെ വിചാരിക്കില്ല കേട്ടോ. അടുത്ത പറ. അശ്വിനി. 2024 നിങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഹാപ്പി മൊമെന്റ് ആൻഡ് ബാഡ് മൊമെന്റ്. എനിക്ക് രണ്ടും ഉണ്ട്. ഒന്ന് എൻഗേജ്മെന്റ്, ഒന്ന് ഹാപ്പി മൊമെന്റ്. ഒന്ന് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാനിരിക്കും. ഇപ്പം എനിക്ക് നാളെ ഫ്ലൈറ്റ് വന്ന് മീൻസ് നാളെ എനിക്ക് കയറി പോകണ്ട, വിസ എല്ലാം സെറ്റ് ആയിട്ട് അന്നത്തെ ദിവസം പാസ്പോർട്ട് കയ്യിലെന്ന് പറയുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും ഗൈസ്? പാസ്പോർട്ട് എവിടെയോ കൊണ്ട് വെച്ചിട്ട് ഏതോ ഒരു കടയിൽ കൊണ്ട് വെച്ച് കോപ്പിയൊക്കെ എടുത്താൽ പിന്നെ തലേദിവസം ഈ വീട് മുഴുവൻ തപ്പി. ആ ചേച്ചി ഒരു നല്ല മനസ്സുള്ള ചേച്ചി ആയതുകൊണ്ട് പാസ്പോർട്ട് എടുത്ത് മാറ്റി വെച്ചു. അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരി പാസ്പോർട്ട് എടുത്തു. ഇവളുടെ ഈ ശ്രദ്ധയില്ലായ്മയ്ക്ക് ആ പാസ്പോർട്ട് പോകണമായിരുന്നു. മതി, എന്നോടാ ചോദിച്ചത്, നിങ്ങളോട് ചോദിച്ചില്ല. എല്ലാവരോടാ ചോദിക്കുന്നത്. എൻ്റെ ബാഡ് മൊമെന്റ്, ഹാപ്പി മൊമെന്റ് എന്തായാലും അമ്മോൻ്റെ എൻഗേജ്മെന്റ് നടന്നുള്ള കാര്യമാണ്. പിന്നെ ബാഡ് മൊമെന്റ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ പോയോ? എൻ്റെ ബാഡ് മൊമെന്റ് എൻ്റെ ബ്രേക്കപ്പ് തന്നെയായിരുന്നു. എനിക്കങ്ങനെ വലിയ ബാഡ് മൊമെന്റ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വീട്ടുകാരായിട്ട് അടി ഉണ്ടാക്കുന്നു, അതൊരു ബാഡ് മൊമെന്റ് ആയിട്ട് ഞാൻ കാണുന്നു. പിന്നെ എവരി ബ്രേക്കപ്പ് കോൾ ഈസ് നോട്ട് എ ബ്രേക്കപ്പ്, നോട്ട് എ ബ്രേക്ക് ഡൗൺ, ഇറ്റ്സ് എ ബ്രേക്ക് അപ്പ് കോൾ. നമ്മൾ ജോസഫ് എന്നെ ജോസഫ് പറഞ്ഞ പോലെ. അടുത്ത എന്താണ്? അനിയപ്പൻ അരുണ്യ. ആദ്യം ഹാപ്പി ന്യൂ ഇയർ. ഭാവി പരിപാടി എന്താ? ഹാപ്പി ന്യൂ ഇയർ. അത് എല്ലാവർക്കും ഈ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതെ, എനിക്ക് ഭാവി പരിപാടി ഒന്നും പറയണ്ടേ? ഭാവി പരിപാടി മുമ്പേ പറഞ്ഞല്ലോ. ഫ്യൂച്ചർ എന്താ, ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻ. എസ്റ്റെല്ല ട്വിൻസ്. ചേട്ടന്മാരെ അവർ ട്വിൻസ് ആട്ടോ, ജിമ്മി വർക്കൗട്ട് ചെയ്യുന്ന ചേട്ടന്മാരെ. വാട്ട് ഈസ് ദി ടഫസ്റ്റ് ഡിസിഷൻ യു ഗൈസ് ഹാഡ് എവർ മേഡ്? ടഫസ്റ്റ് ഡിസിഷൻ അതും അമ്മൂൻ്റെ എൻഗേജ്മെന്റ് പറയണമായിരിക്കും. വേറെ ഡിസിഷൻ ടഫസ്റ്റ് ഡിസിഷൻ. അമ്മൂൻ്റെ ടഫസ്റ്റ് ഡിസിഷൻ എന്തോ? അല്ലല്ല, അമ്മ പറഞ്ഞാൽ മതി. രണ്ടുപേരോടാ ചോദിക്കുന്നത്. ടഫസ്റ്റ് ഡിസിഷൻ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? യൂട്യൂബ് ഞാനും തന്നെ പറയാം. യൂട്യൂബ് ഒന്ന് മോണിറ്റൈസ് ആക്കി എടുക്കണം, അല്ലെങ്കിൽ ഹൈ ലെവലിലേക്ക് എത്തിക്കണം. അതൊക്കെ ഹൈ ലെവലിലേക്ക് ഇടയ്ക്ക് ഞങ്ങൾ ഒരിടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ച് ഞങ്ങൾ യൂട്യൂബിനെ പറ്റി ആലോചിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ടൈമിൽ ഇതെങ്ങനെയും മോണിറ്റൈസ് ആക്കി എടുക്കണം, കുറച്ച് കാശ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പീക്കായിട്ട് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല യൂട്യൂബ് കൊണ്ട് ഞങ്ങൾക്ക് കാശ് ഉണ്ടാക്കണം, മോണിറ്റൈസ് ആക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ട് പോലും ഇല്ല. ഈ റീസെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ യൂട്യൂബ് ഒന്ന് മോണിറ്റൈസ് ആക്കി എടുക്കണം എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിയത്. എന്തായാലും ഈ ഒരു ഇതിലേക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റീൽസ് ചെയ്യുന്നു, വ്ളോഗ് ചെയ്യുന്നു, വീഡിയോ ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് സീരിയസ് ആയിട്ട് ചിന്തിച്ചുകൂടെ ആലോചിച്ചപ്പോൾ
ഞങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണമായി. ടഫസ്റ്റ് ഡിസിഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ്, അത്രയേ ഉള്ളൂ. അമൃത, നിങ്ങൾ രണ്ടുപേരും അടിപൊളിയാണ്. താങ്ക് യു. മിസ് മിക്കി ഗൾ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ബ്രോസ്. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇത് എന്തായാലും നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന 1-ാം തീയതി, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. വൈറ്റ് മൂൺ, ചേട്ടാ നിങ്ങളിൽ ആർക്കാണ് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ താല്പര്യം? എനിക്കൊരാഗ്രഹമില്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് എനിക്കൊരു 30 വയസ്സായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നു. ആദ്യം കേൾക്കുമ്പോൾ ഇങ്ങനെ ചൂണ്ടുന്നു. നീ ഒന്ന് എഴുതി കൊടുത്തത് ഇവന്റെ പേര്. അതുകൊണ്ട് പൊന്നെ, എനിക്ക് തീരെ ആഗ്രഹമില്ല പെട്ടെന്ന് കല്യാണം കഴിക്കാൻ. ഗൈസ്, ഞങ്ങൾക്ക് ഇപ്പോഴേ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല. കല്യാണം കഴിച്ചാൽ ഞങ്ങൾ ലോക്ക്ഡൗൺ, അതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ്, എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല. ട്രൈസി കാറ്റ് 99, അതിപ്പോ എങ്ങനെയാണ്? അതിപ്പോ എങ്ങനെയാണ്? ഒരു ചോദ്യം ചോദിക്കാനേ പറഞ്ഞുള്ളൂ. അതിപ്പോ എങ്ങനെ? അത് എന്തിനാ ബേസ് ചെയ്താണ്? അത് എന്തിനാ ബേസ് ചെയ്താണ് ചോദ്യം ചോദിച്ചാൽ മതി. എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്നാ ആ ചോദ്യം ഉത്തരം പറയട്ടെ. അതിപ്പോ ഇങ്ങനെ സൈക്കിൾ ഫാക്സ് 1 2 3 4 5 ബെസ്റ്റ് എവർ. ബെസ്റ്റ് എവർ ഞങ്ങളാണോ? ആയിരിക്കും. താങ്ക് യു. അടുത്തത് അക്ഷയ് സച്ചു 72, ഹാപ്പി ന്യൂ ഇയർ ചേട്ടന്മാരെ. ഹാപ്പി ന്യൂ ഇയർ. ബോബിനോ രാജ്, നന്നായി കൂടെ മലരുകളെ. നന്നാവാം. നിന്റെ വായിൽ ഇത് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, വേറെ നല്ല വാക്കുകളൊന്നും പ്രതീക്ഷിക്കുന്നു. നന്നാവാൻ ശ്രമിക്കുന്നുണ്ട്. നിനക്ക് നന്നായിക്കൂടെ? ബേബി W287, I need your meeting guys. നിങ്ങളെ പരിചയപ്പെടണമെന്നോ നിങ്ങളെ മീറ്റ് ചെയ്യണമെന്നോ അങ്ങനെ ഉദ്ദേശിക്കുന്നു. കാണാം, നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങളെ കാണാൻ ആഗ്രഹമുള്ളവരെ കാണാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സന്തോഷിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ബ്ലാക്ക് ലെവർ 2.0. പെട്ടെന്ന് പിന്നെ ചോദിക്കാം, നിങ്ങൾ ഹാപ്പി അല്ലേ? ന്യൂ ഇയർ പൊളിച്ചോ? ന്യൂ ഇയർ സൂപ്പർ ആയിരുന്നു. 12 മണിക്ക് പൊട്ടിക്കാൻ തുടങ്ങിയ പടക്കം എത്ര മണിക്ക് തീർന്നത്? എത്ര? ഒരു 1:15 കേൾക്കണം. അത് കഴിഞ്ഞ് അമ്മ നേരം നിന്നില്ല. അമ്മ പിന്നെ എന്തോ കോൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ പോയി. പിന്നെ രാത്രി ഞങ്ങൾ അത് കഴിഞ്ഞ് ചായ കുടിക്കാൻ പോയി. വന്നിട്ട് വീട്ടിൽ വന്നിരുന്ന് ഞങ്ങളെല്ലാം കൂടെ സംസാരിച്ചു. പിന്നെയാണ് ന്യൂ ഇയർ ആയതുകൊണ്ട് എങ്ങൊന്നും ഞങ്ങൾക്ക് ഫുഡൊന്നും കിട്ടിയില്ല. ചായ കുടിക്കാൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതാ. ഉണ്ണിക്കാൻ ഭയങ്കര വിശപ്പായിരുന്നു. അതാണ് അവൻ വിളിച്ച് എന്നോട് TMM-ലുണ്ട്. ലൈക്ക് ജീസസ് 143, ഹാപ്പി ന്യൂ ഇയർ ബ്രോ. ഹാപ്പി ന്യൂ ഇയർ ബ്രോ. പ്രകാശ് 67086, സൂപ്പർ ബ്രദേഴ്സ്. താങ്ക് യു. സൂപ്പർ ബ്രദേഴ്സ് വിത്ത് സിസ്റ്റർ. നീ അങ്ങനെ കൂടുതലൊന്നും ഇടണ്ട. ഉള്ള കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ ബാക്കി പറയും. ഇസ്മി വന്തൂസ്, ഹായ് ചേട്ടന്മാരെ, ന്യൂ ഇയർ ആയിട്ട് എന്നാ പരിപാടി? ഹായ്. ന്യൂ ഇയർ ആയിട്ട് പരിപാടികളൊന്നുമില്ല. ന്യൂ ഇയർ ആയിട്ട് ഈ വീഡിയോ ആണ് ഞങ്ങളുടെ പരിപാടി. പിന്നെ ചായ കുടിക്കാൻ പോകണം. നക്ഷത്ര, ന്യൂ ഇയർ ആയിട്ട് എന്താണ് പരിപാടി? എല്ലാവരും തന്നെ ഇതൊക്കെ തന്നെ പരിപാടി. അടുത്തത് ഡാസ്ലിംഗ് ലവ് ഹർട്സ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ബ്രദേഴ്സ്. ഹാപ്പി ന്യൂ ഇയർ. ഗൗതം GS ഫാഷൻ എന്നായിരിക്കും. ഹാപ്പി ന്യൂ ഇയർ ബ്രോ. ഹാപ്പി ന്യൂ ഇയർ. വിദ്യാസാഗർ D, നെക്സ്റ്റ് മൂവി അനൗൺസ് ചെയ്തിട്ടില്ല. ചെയ്തു. അതിന്റെ ട്രെയിലർ ഇന്നലെ ഇറങ്ങി. ആരണ്യം, ചെറിയൊരു റോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരണ്യം എന്ന മൂവിയുടെ. ശരി. ആരണ്യം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങൾ ജസ്റ്റ് ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട് അതിൽ. ചെറിയ റോൾ, ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോലും ഇല്ല. അതിന് ഡയലോഗ് ഒന്നും പറയരുത്, ഇപ്പൊ പറയരുത്. അവർ തിയേറ്ററിൽ പോയി കണ്ടിരിക്കട്ടെ. അർച്ചന ഗോവിന്ദൻ, ഇറങ്ങിയാന്ന്. നിങ്ങൾ ഇറങ്ങിയാന്ന്? എങ്ങോട്ട് ഇറങ്ങിയാന്ന്? എവിടോട്ടാ മോളെ? ഇത് ഇറങ്ങിയാന്ന് തന്നെയാണോ എഴുതി വെച്ചേക്കുന്നത്? ഇറങ്ങിയ എന്തോ ഞങ്ങൾ ഇറങ്ങിയില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കുക. പിന്നെ പറയാം. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി അവന്റെ ഇൻസ്റ്റാഗ്രാമിലെ ക്വസ്റ്റ്യൻസ്. ഗൈസ്, ഇനി അടുത്തത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എല്ലാത്തിനും ഉത്തരം കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് വായിച്ചോട്ടെ. ദിനേശ് 012, നൈസ്. ഓക്കെ, താങ്ക് യു. എന്താണെന്ന് എനിക്കറിയില്ല നൈസ് എന്ന് പറഞ്ഞു. ഇസ്മി വന്തൂസ്. അത് പിന്നെ എനിക്ക് വെച്ചിട്ടുണ്ട്. ഇസ്മി വന്തൂസ്. ഞാൻ ഈ അടുത്ത് നിങ്ങളുടെ വീഡിയോ കാണാൻ സ്റ്റാർട്ട് ആയത്. നല്ല കിട്ടു വീഡിയോസ് ആണ്. താങ്ക് യു. ഇൻസ്റ്റയിലെ വീഡിയോസ് ആണോ അതോ യൂട്യൂബിലെ വീഡിയോസ് ആണോ എനിക്കറിയില്ല. മെൻഷൻ ചെയ്യാം. ഞങ്ങൾ ഈ വീഡിയോ ഇടുമ്പോൾ ഈ വീഡിയോ അടി മെൻഷൻ ചെയ്താൽ ഇൻസ്റ്റയിലെ വീഡിയോസ് ആണോ യൂട്യൂബിലെ വീഡിയോസ് ആണോ. ബോബിനോ രാജൻ, ഇവന്മാരെ കൊണ്ട് നാശം ആണല്ലോ. ഇവനെ കൊണ്ട് നാശമാണല്ലോ. ഇവൻ വംസി തോംസണോ? ലൊക്കേഷൻ എക്കട ബ്രോ? അത് മറ്റേ ആന്ധ്രാപ്രദേശിലാണെന്ന് തോന്നുന്നു. എക്കട ബ്രോ. ലൊക്കേഷൻ തിരുവല്ല. അതെ, കേരള. തിരുവല്ല വന്നിട്ട് കോൾ മീ. വിജയ് ബിജു വിജയ് 1, ഹാപ്പി ന്യൂ ഇയർ ബ്രോ. ഹാപ്പി ന്യൂ ഇയർ. അഖിൽ 916 മഹായോ. 2025 ചെയ്യാൻ പോകുന്ന നല്ല കാര്യം എന്താണ്? ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ആരെയും ഒരുപാട് വിശ്വസിക്കാതിരിക്കും. നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് എസ്റ്റലാറ്റൻസ്. ഹായ് ചേട്ടന്മാരെ, ഹാപ്പി ന്യൂ ഇയർ.
ന്യൂ ഇയർ ഒക്കെ അല്ലേ ഇപ്പോ വാട്ട് ഈസ് യുവർ ന്യൂ ഇയർ റെസൊല്യൂഷൻ? റെസൊല്യൂഷൻ എല്ലാരും പറയുന്ന പോലെ ജിമ്മിൽ പോയി തുടങ്ങണം എന്ന് വെച്ചാൽ ഒരു നിർത്താതെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. നിർത്താതെ ഒരു കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം, ഒരു ഗ്യാപ്പ് വരുത്താതെ. ഈ റെസൊല്യൂഷൻ ശരിയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അധികം വിശ്വസിക്കാതിരിക്കുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക. ഇതൊക്കെ ഒരു റെസൊല്യൂഷൻ ആയിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. മടി മാറ്റുക. ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് അവരെ ചാടി കയറി അവരെ വിശ്വസിക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ക്യാരക്ടറിൽ ഫോൾട്ടായിട്ടുള്ള കാര്യമാണ്. അത് ഞങ്ങൾ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കും. അത് ചത്താലും മാറത്തില്ല മോനെ, അത് മാറ്റിയെടുക്കണം. നമ്മുടെ റെസൊല്യൂഷൻ ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ മടി മാറ്റി. നിങ്ങളുടെ ട്വിൻസ് ആണോ? കാവ്യ എന്ന് തോന്നുന്നു. അശ്വിനി, അമ്മുച്ചേച്ചിയുടെ മാരേജ് എന്നാണ്? ചേച്ചി എവിടെയാണ് പഠിച്ചത്? ഗൈസ്, അമ്മുന്റെ എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അമ്മുന്റെ മാരേജ് ഒന്നും ഇതുവരെ ഫിക്സ് ആയിട്ടില്ല. ഇനിയും ഫിക്സ് ആക്കുവാണെങ്കിൽ ഞങ്ങൾ വീഡിയോയിലൂടെ തന്നെ അറിയിക്കും. ഇപ്പോൾ ഇവള് അന്ന് പോയ എക്സാം എല്ലാം പാസ്സായി. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്. ആ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി കഴിയുമ്പോൾ ഉടനെ കയറി പോകാനുള്ള ചാൻസ് എല്ലാം കൂടുതലാണ്. അപ്പോൾ അവൾ മിക്കവാറും പോയിട്ട് വരുമ്പോഴത്തേക്കേ ഉള്ളൂ ഇവളുടെ മാരേജ്. എവിടെയാണ് പഠിച്ചത്? പൂജ. ഇവള് TMM തിരുവല്ല മെഡിക്കൽ മിഷൻ എന്നുള്ളൊരു ഹോസ്പിറ്റലിൻ്റെ ഇതിലാണ് പഠിച്ചത്. അടുത്തത് പൂജ 2025. അമ്മൂന് ചോദ്യം വരുന്നില്ലെന്നല്ലായിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലെന്നും കൂടെ ഉണ്ട്. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. അവള് എക്സാമിന് വേണ്ടി റിസൈൻ ചെയ്തായിരുന്നു. ഞാനല്ലല്ലോ, അമ്മൂല്ലേ പറയണ്ട അമ്മൂന്റെ ചോദ്യത്തിന് ഉത്തരങ്ങളൊക്കെ. ഞാൻ പഠിച്ച തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ്. മീൻസ് അതിൻ്റെ കോളേജൊക്കെ വരുന്നത് ആഞ്ഞിലിത്താനത്താണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ റിസൈൻ ചെയ്തായിരുന്നു എക്സാമിന് വേണ്ടിയിട്ട്. പോരെ, ഇവിടെ വേറെ ഉണ്ടായിരുന്നത്. പൂജ 2025 ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഇപ്പം പറഞ്ഞായിരുന്നല്ലോ, ഒരു റെസൊല്യൂഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു നല്ല ബിഗ് ബഡ്ജറ്റ് മൂവി ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോസ് ഡയറക്ടേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഈ ഫിഗറൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ മൂവിയിലേക്ക് വിളിക്കണം. ഞങ്ങൾ ഓടി വരും. ഞാൻ വിളിക്കാം, കാത്തിരിക്കുകയാണ് ഇവിടെ. അടുത്തത് വന്ദന വി നായറാണോ? എന്നെ വരെ കണ്ടുള്ളൂ. അമ്മുവുമായിട്ട് എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ഞാൻ പറയാതിരിക്കുന്ന മോശമല്ലേ. അമ്മൂസ് അജിത്ത് രണ്ടുപേരും മാരേജ് ചെയ്യുന്നില്ലേ? ഞാനൊക്കെ കേട്ട് കഴിഞ്ഞാൽ 5-6 കൊല്ലം അയ്യോ, മൂത്ത് നരച്ചിട്ടോ? അത്രയൊന്നുമില്ല. ഇവളുടെ മാരേജ് കഴിഞ്ഞ് 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളും കാണും. അപ്പോൾ ഞങ്ങൾ എപ്പോഴൊന്ന് ഫ്രീ ആയിട്ട് നടക്കട്ടെ. ഇപ്പോഴേ അങ്ങനെ നടക്കാൻ പറ്റത്തുള്ളൂ. അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രഷറൊക്കെ ആയിരിക്കും, കുടുംബം, കുട്ടികൾ, പ്രാരാബ്ദം. അപ്പോൾ അങ്ങനെ അങ്ങ് പോകും. അപ്പം ഞങ്ങൾ എൻജോയ് ചെയ്ത് പോട്ടെ. അശ്വിൻ പിള്ളേ, അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? എല്ലാം സെറ്റ്. ഇന്നലത്തോടെ സെറ്റ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് അജിത്ത് മേനോൻ എം. ചേട്ടൻ ക്രിക്കറ്റ് കളിക്കുമെന്ന്? എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയത്തില്ല. അവനും അറിയാം. അവിടെ എനിക്കറിയാം, ഞാൻ ക്രിക്കറ്റ് കളിക്കല്ലേ? ഞാൻ കളിക്കത്തേ ഇല്ല. മെയ് അഴകയോ? മെയ് അഴക എന്താ? ഹാപ്പി ന്യൂ ഇയർ. ബ്രോ. തമിഴാന്ന് തോന്നുന്നു. സുമലത നയൻ, അതൊക്കെ വായിച്ചാ വേണ്ടാവും. ചേട്ടൻ സുമലത 9113. വാട്ട് യു ലൈക്ക് ആൻഡ് ഹേറ്റ് അബൌട്ട് യുവർ ബ്രോ? എന്നെ മൊത്തത്തിൽ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ദേഷ്യം എനിക്ക് ഇഷ്ടമല്ല. ഹേറ്റ് എന്ന് പറയുന്നത് ദേഷ്യം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചുമ്മാ ദേഷ്യപ്പെടും. പറയുന്നത് മനസ്സിലാക്കാനുള്ള ശ്രമിക്കത്തില്ല. ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കത്തില്ല. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ ദേഷ്യം ഇഷ്ടമല്ല. ഒന്ന് അതന്നെ ഞാനും പറഞ്ഞു. ഞാൻ എന്റെ കാര്യമല്ലേ പറയുന്നേ? ദേഷ്യം എന്റെ കാര്യമാണോ? അല്ലടാ, ഞാൻ എന്നെ ഇരുന്ന് പറയുന്നത്. പിന്നെന്താടാ, എന്റെ പൊന്നിനെ പറ്റി ഒന്നും കിട്ടുന്നില്ല. ഇഷ്ടമല്ലാത്ത ഒരു കാര്യം മാത്രമേ പറയാൻ പറയുള്ളൂ. എല്ലാ കുറെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ തോന്നണം. കാരണം കൂടെ പറയട്ടെ, എനിക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ തോന്നണം അത് ചെയ്യാൻ. അപ്പോഴേ ഞാൻ അത് ചെയ്യത്തുള്ളൂ. പിന്നെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്ക് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ ആ കട്ടിലൊന്ന് പൊങ്ങി വന്ന് ഓവരിങ്ങി റെഡിയായി ഒന്ന് പോകാനായിട്ട്. അതിന് ബേസിക്കലി കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് കട്ടിലെന്ന് എഴുന്നേക്കാൻ ഉള്ള മടി. 2 എനിക്ക് തോന്നണം ഞാൻ കോൺഫിഡൻസ് ആണോ, അതിനാണ് ഈ ഒരുക്കം. ഒരുങ്ങി കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഞാൻ മുന്നേ ചിരിക്കുന്നത് എന്നോട് പറയത്തുള്ളൂ. ഞാൻ അങ്ങനൊന്നും പറയാറില്ല. അടുത്തത് മൊഞ്ഞരി ചിരിക്കുന്നത് എന്നോട് പറയും. എപ്പോഴും പറയും. ഞാൻ കള്ളം പറയുന്നതല്ല, സത്യം. ചോദ്യം ആരാ ചോദിച്ചേ? ഇത്രയുള്ളോ? ABCDEFG. അപ്പൊ ഗൈസ്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. കുറച്ച് ഇതേ വന്നിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഇതിൽ ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് യൂട്യൂബിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം.
യൂട്യൂബിൽ ചിലപ്പോൾ വരുന്ന ചോദ്യങ്ങളൊക്കെ അമ്മുവിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ABCDEF എന്താ പേര്? S6D. അനിയത്തിയുടെ മാരേജ് എന്ന ഫസ്റ്റ് ചോദ്യം തന്നെ അമ്മുവിനുള്ള ചോദ്യം. ആക്കിയിട്ടില്ല. ഫിക്സ് ആക്കുമ്പോൾ ഞങ്ങൾ നീയാണോ ഒഫീഷ്യലി അമ്മു? പറയും. അമ്മു പറ. എന്റെ ചേട്ടൻ പറഞ്ഞു. അമ്മു അങ്ങ് പറ. ഞാൻ പറയും. ഇതുവരെ ഫിക്സ് ആക്കിയിട്ടില്ല. അയ്യോ. അടുത്തത് അടുത്തതേ സെൽവ ഗുരു 2595. സ്വല്പം പുള്ളി എപ്പോഴും നമുക്ക് കമന്റ് ഇടും. ചൈൽഡ്ഹുഡ് ഫോട്ടോസ് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അല്ല ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ല ഈ വീഡിയോ തന്നെ കൊടുത്തേക്കാം. അമ്മുവിന്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ആണോ? അല്ല നമ്മുടെ മൊത്തത്തിലല്ലേ? കൊടുത്തേക്കാം. നല്ല ഫോട്ടോ കൊടുക്കണം. എല്ലാം ഉണ്ട് ഗൈസ്, 3 ഉണ്ട് ഗൈസ്. അനുഗ്രഹ യെസ്. പിന്നെ വേറെ എന്തൊക്കെ പേര്. ഹു ഡു യു ലൈക്ക് ദ മോസ്റ്റ്? ടെൽ ഈച്ച് അതർ ഒപ്പീനിയൻ. എങ്ങനെ? Who do you like the most? Tell each. എന്താ ചോദിച്ചേക്കുന്നത്? Who do you like the most? Tell each other opinion. രണ്ടുപേരും ഒപ്പീനിയൻ പറയാനാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഗൈസ് മനസ്സിലായത്. Who do you like the most? എന്താ പറയുക ഉദ്ദേശിക്കുന്നത്? അർത്ഥം പറഞ്ഞായിരിക്കും. Who do you like the most? ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? രണ്ടുപേരുടെ ഇതായിരിക്കും ഉദ്ദേശിച്ചത്. ആര്? എനിക്ക് ആരെയും ഇഷ്ടപ്പെട്ടതെന്നോ? എന്താ ചോദിച്ചേക്കുന്നത്? Who do you like the most? നിനക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ആരില്? ഞങ്ങളില് രണ്ടുപേരും എനിക്ക് ഇഷ്ടമല്ല. അയ്യേ ഈ നമ്മുടെ എന്താ പറയുന്നത്? കുട്ടി അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോ ഇടുമ്പോൾ ഇതിന്റെ മലയാളം എന്നെ ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. ഈ കമന്റ് വഴി ഒന്ന് അറിയിച്ചേക്കാം. എന്താണ് ഉദ്ദേശിച്ചത്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അടുത്തത് കീർത്തി. കഴിഞ്ഞ Q&Aയിൽ അനന്തു സിംഗിൾ ആണെന്നല്ലേ പറഞ്ഞത്. ഇൻസ്റ്റയിൽ ഏതോ ഒരു കുട്ടീന്റെ കൂടെ പിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. 2023 പോസ്റ്റ്. ഇവളായിരിക്കും അത്. ആ പോസ്റ്റ് ചെയ്ത പിക്ക് അമ്മുവായിട്ടായിരിക്കും. പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരാള് സിംഗിൾ ആണെന്ന് പറഞ്ഞ ആരെങ്കിലും കൂടെ ഫോട്ടോ ഇട്ട് അവരെല്ലാരും കമ്മിറ്റഡ് ആണോ? അങ്ങനെയൊന്നും ചിലപ്പോൾ ഫ്രണ്ട് ആവാം, ചിലപ്പോൾ പെങ്ങന്മാരായിരിക്കാം, ചിലപ്പോൾ കസിൻ ആയിരിക്കാം. അത് വെച്ചിട്ട് ഒരാളെ വിലയിരുത്തരുത് കുട്ടി. ഡോണ്ട് ജഡ്ജ്. നവ്യ കൃഷ്ണൻ 6776. ഹായ് അച്ചു ആൻഡ് അപ്പു ചേട്ടൻ, ഹാപ്പി ന്യൂ ഇയർ. ഇന്നാണ് ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടു തുടങ്ങണേ. ഒരുമിച്ചൊരു 4-5 വീഡിയോസ് കണ്ടു. ഒത്തിരി ഇഷ്ടമായി. കീപ് ഗോയിങ് ചേട്ടന്മാരെ. ഞങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അച്ചീവ്മെന്റ് കിട്ടുന്ന പോലെ, ഒരു അവാർഡ് കിട്ടുന്ന പോലെ നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ. നിങ്ങൾ വീഡിയോ കാണുക, മറ്റുള്ളവരെ കൊണ്ട് കാണിക്കുക, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അതെ, വ്യൂസ് കൂട്ടി തരിക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ ഇനിയും വീഡിയോസ് കാണണം. ഞാൻ ആ കമന്റ് ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത് പറഞ്ഞോട്ടെ. ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. വൃന്ദാവി ഹാപ്പി ന്യൂ ഇയർ സ്വീറ്റ് ട്വീറ്റ്സ്. നിങ്ങൾക്കും ന്യൂ ഇയർ ഗിഫ്റ്റായി ഞങ്ങൾക്ക് ന്യൂ ഇയർ ഗിഫ്റ്റായി ചക്കര ടിൻസ് ബോയ്സിനെ കിട്ടി. അടിപൊളി. കൺഗ്രാറ്റ്സ് പറ. ബേബി കണ്ടത്തിൽ സോറി. അവർക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. സോറി കേട്ടാ, അവളുടെ ആ ഒരു പുച്ഛ മനോഭാവത്തിന് അത് ഇതാക്കണമല്ലോ, കറക്റ്റ് ഒരു തീരുമാനത്തിൽ വരണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു. ബേബി കണ്ടത്തിൽ ഹാപ്പി ന്യൂ ഇയർ ബ്രദേഴ്സ്. ഹാപ്പി ന്യൂ ഇയർ. ആദിത്യ MS ആയിരിക്കും ഇവർക്ക്. അതിഥി MS. ഇവർക്ക് ഏജ് 26 ആയിട്ടുണ്ടാകും. യുവർ പ്രഡിക്ഷൻ ഈസ് റൈറ്റ്. അല്ലേ? അല്ല അടുത്ത ചോദ്യം വരുന്നുണ്ട്, അതിൽ പറയാം. അനു 849. യുവർ ഡ്രീം റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, ഭാവി വധു സങ്കല്പം ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഫാമിലി ആൻഡ് യുവർ ഹൈറ്റ്. ഡ്രീം ഒരു നല്ല നടനാകുക. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ആഗ്രഹം. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഹീസ് കമ്മിറ്റഡ് ആൻഡ് ഹീസ് ടെസ്റ്റിംഗ്. മൊരട്ട സിംഗിൾ. ഭാവി വധു സങ്കല്പം എന്ന് പറഞ്ഞാൽ അതിവിടെ പറയും. എന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പൊ ഒരു റിലേഷൻ ഉണ്ട്, അതാണ് അവന്റെ കൺസെപ്റ്റ്. അതൊന്നുമല്ല, ഞാനൊന്ന് പറയട്ടെ. എന്നെ നല്ലോണം ഒരു മിനിറ്റ്, ഒരാൾക്ക് ഒരു സങ്കല്പം ഉള്ളതുകൊണ്ടാണല്ലോ ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ അവൻ ഇത് സങ്കല്പം പറയാനാ നല്ലോണം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഒരുപാടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. അത് അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും. പിന്നെ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ വേണം, കുറച്ച് മുടിയൊക്കെ വേണം. പിന്നെന്തുവാ, അച്ഛനെയും അമ്മയും വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയും നല്ലോണം നോക്കണം. ഞങ്ങളെ പിന്നെ നല്ല കെയറിങ് ആയിരിക്കണം, ലവബിൾ ആയിരിക്കണം. കെയറിങ് ആയിരിക്കണം, ലവബിൾ ആയിരിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് തന്നെ മതിയല്ലോ, ഒരു മതി, ഇത്രയൊക്കെ മതി. എനിക്ക് എൻ്റെ കൺസെപ്റ്റ് ഐശ്വര്യ റായ പോലിരിക്കണം. എനിക്ക് അങ്ങനൊന്നുമില്ല, അവൻ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഏകദേശം എനിക്ക് ഓക്കെ. വീട്ടുകാരെ സ്നേഹിക്കണം, നമ്മളെ സ്നേഹിക്കണം, കെയറിങ് ആയിരിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. ഐശ്വര്യ റായുടെ മെസ്സേജ്. അബൌട്ട് ഫാമിലി എന്താ,
എല്ലാവരും ജോലി മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഇത്ര മെമ്പേഴ്സ്. അച്ഛൻ ചോദ്യം എന്തുണ്ട്? അബൌട്ട് ഫാമിലി. ഫാമിലി അച്ഛൻ ഇവരുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അമ്മ ഇവിടെ, അമ്മ പുറത്താ. അമ്മ ഇസ്രായേലാണ്, നേഴ്സാണ്. അമ്മയുടെ പാത തന്നെ പിന്തുടരുന്നതാണ് ഇവളും. പുറത്തോട്ട് പോകാൻ നിൽക്കുക. അച്ഛനിപ്പം പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കും. പിന്നെ ഞങ്ങളിങ്ങനെ ഹൈറ്റ് നടക്കും. നമ്മുടെ ഹൈറ്റ് എത്ര? 178-79 1.78 സെന്റിമീറ്റർ. ലൈറ്റ് കുറവുണ്ട്, അത് പരിഗണിക്കാമോ? അത് ഞങ്ങളുടെ മെയിൻ ഒരു പ്രോബ്ലം ആണ്. ഞങ്ങൾ കുറച്ച് യൂട്യൂബൊക്കെ ഒന്ന് മോണിറ്റൈസ് ആയി കുറച്ച് കാശ് അത് ഇതുവരെ വിഡ്രോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ നിന്ന് കുറച്ച് കാശ് കിട്ടുമ്പോഴത്തേക്ക് ഞങ്ങൾ ലൈറ്റിന്റെ കാര്യമൊക്കെ പരിഗണിക്കും. ഇപ്പം അതിനുള്ള ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് റീച്ച് ആക്കി നിങ്ങൾ അതിനെ സഹായിക്കേണ്ടത്. ഞങ്ങളുടെ റവന്യൂ ഒക്കെ ഒന്ന് കയറത്തുള്ളൂ. എല്ലാ ചലഞ്ച് വീഡിയോസ് ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും. അല്ല, എപ്പോഴും ചലഞ്ച് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബോറായി പോകും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റി ചലഞ്ച് വീഡിയോസ് എപ്പോഴും ചെയ്യാത്തത്. ഇറ്റ്സ് മീ സാനോ. ഇറ്റ്സ് മീ. നിങ്ങൾ ടിൻസ് ആണോ? അതെ അതെ, ടിൻസാ. അച്ഛൻ എന്താ അനു അലക്സ് സിൽവ. അച്ഛൻ കൗൺസിലർ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഏത് പാർട്ടിയിലായിരുന്നു? ഏത് വർഷമായിരുന്നു? അച്ഛൻ കൗൺസിലർ ആയിരുന്നു. 3 വട്ടം അച്ഛൻ കൗൺസിലർ ആയിട്ടുണ്ട്. ഇടതുപക്ഷമാണ്. എപ്പോഴൊക്കെയാ? 3 വട്ടം കൗൺസിലർ ആയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷം അടുപ്പിച്ചാണ്. കഴിഞ്ഞ വർഷം 3 വർഷം അടുപ്പിച്ചു കൗൺസിലർ ആയിട്ടുണ്ട്. മൈ സ്റ്റഡിയാക്കോ. വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് ലൈറ്റ് വാങ്ങിക്കോ. അതാണ് മുമ്പേ പറഞ്ഞത്. വേറെ വീഡിയോയ്ക്ക് വേണ്ടി ലൈറ്റ് വാങ്ങിക്കാം. ആ പുള്ളിക്കാരി തന്നെ നിങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വീഡിയോ ചെയ്യാം. ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് കണ്ടന്റ് ക്ഷാമങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ കണ്ടന്റ് കിട്ടും, അന്നേരം ഓരോ വീഡിയോസ് ചെയ്യാറുണ്ട്. മാക്സിമം ഒരു വീക്കിൽ ഞങ്ങൾ ഒരു 3 വീഡിയോസെങ്കിലും ഇടാൻ ശ്രമിക്കുന്നുണ്ട്. 3 അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കാറുണ്ട്, 2 ഇടാറുണ്ട്. ഓക്കെ. അടുത്ത മനു MS. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ആയി വീഡിയോ ചെയ്തുകൂടെ? ചെയ്യാൻ ശ്രമിക്കാം. സെൽവഗുരു, സോറി ഫോർ ആസ്കിംഗ് ദിസ്. Arjun, do you have any love breakup before? Do you got any proposals? When will you reply this question? Please put subtitles in English. Happy New Year, Achu and Appu. ആദ്യം സബ്ടൈറ്റിൽസ് കൊടുക്കണേ. എന്നോടല്ലേ? ഡു യു ഹാവ് അപ്പോൾ ചെന്ന മലയാളത്തിൽ പറഞ്ഞാൽ ലവ് ബ്രേക്കപ്പ്? ചെന്ന ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വെച്ചാൽ. എനിക്ക് ലവ് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ റീസെന്റ് ആയിട്ട് കുറച്ച് എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ബ്രേക്കപ്പ് ആയി. പിന്നെ അടുത്ത ചോദ്യം, ഡു യു got any proposals? Guys, പ്രപ്പോസൽസ് വരാറുണ്ട്. കള്ളം പറയരുത്. പ്രപ്പോസൽസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. എനിക്ക് പക്ഷേ ഇൻസ്റ്റാഗ്രാമിലേക്കാൾ പ്രപ്പോസൽസ് വരാൻ ആഗ്രഹം നേരിട്ട് പറയുന്നതാണ്. ഇത് കാണുന്നവരെ നേരിട്ട് അവനെ പ്രപ്പോസ് ചെയ്യണതാണ്. എന്നെ നേരിട്ട് ഒന്ന് പ്രപ്പോസ് ചെയ്യണേ. എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു കാര്യം. കാരണം അങ്ങനെ നേരിട്ട് അങ്ങനെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഇവൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും റിജക്ഷൻ മാത്രമേ. എൻ്റെ കാര്യം വരുവാണല്ലോ അങ്ങനെ തന്നെ. ഞാൻ അവനെ കളിയാക്കിയതല്ല. ഞാനും അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. എത്ര പേരാ? 2-3 പേരോട് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം എന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൽവഗുരു, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഈ ചോദ്യത്തിന് വേണ്ടി മാത്രം ഞാൻ സബ്ടൈറ്റിൽസ് ഇട്ട് തരും ഇംഗ്ലീഷിൽ, എനിക്കറിയാവുന്ന പോലെ. അടുത്താരാ? ജിത്തു. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം നിങ്ങൾ വയസ്സ് പറയാമെന്നാണ് പറഞ്ഞത്. ദയവ് ചെയ്ത് നിങ്ങളുടെ വയസ്സ് പറയാമോ? പറയണോ? അവർ ചോദിക്കുന്നല്ലേ, വയസ്സ് പറയാതിരിക്കുന്നത് മോശമല്ലേ? ഇപ്പൊ ഇവർക്ക് വയസ്സ് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ, ഗൈസ് ഞാൻ ജനിച്ചത് 99-ലാണ്. എനിക്കിപ്പോ വയസ്സ് 25 ഉണ്ട്. ഇവരെന്നെക്കാളും 2 വയസ്സിന് മൂത്തയാണ്. ഞങ്ങൾക്ക് വയസ്സ് 27 വയസ്സുണ്ട്. വയസ്സ് പറയാൻ ഞങ്ങൾക്ക് ഇങ്ങനെ മടിയുള്ള തന്നെയാണ് അടുത്തത്. ഞങ്ങളോട് ആര് നേരിട്ടും ചോദിച്ചാലും ഞങ്ങൾ ഒരു മടിയില്ലാതെ വയസ്സ് പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് ചുമ്മാ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ? S24 Ultra. ഞങ്ങൾ അതിലാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. വലിയ വീഡിയോസ് എടുക്കാനും S24 Ultra ആണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ജീസസ് 143. ഹാപ്പി ന്യൂ ഇയർ ബ്രോ. ഹാപ്പി ന്യൂ ഇയർ. ഇറ്റ്സ് മീ വന്ദൂസ്. ഹായ് ചേട്ടന്മാരെ, ന്യൂ ഇയർ ആയിട്ട് വായിച്ചാ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു Q&Aയിൽ അത്യാവശ്യം എല്ലാവരും ചോദിച്ചേക്കുന്നത് കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ. അത് മാത്രമല്ല, ഈ ഞങ്ങൾ Q&A സെഷൻ ചെയ്യുന്നെന്ന് പറഞ്ഞ് ഓരോ ചോദ്യങ്ങൾ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ യൂട്യൂബിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോൾ ഇട്ടിരുന്നത്. എന്നുവെച്ചാൽ Q&A സെഷൻ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞങ്ങൾ ഈ Q&A ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഞങ്ങൾ ആർക്കും അങ്ങോട്ട് റിപ്ലൈ കൊടുത്തിട്ടില്ല. അതിൽ എല്ലാം ഞങ്ങൾ യൂട്യൂബിലൂടെ തന്നെ വീഡിയോ ആയിട്ട് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പ്രത്യേകം ക്യാപ്ഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നാളെ യൂട്യൂബിൽ കൂടെ ഞങ്ങൾ ഉത്തരം തരുന്നതാണ് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കാണേണ്ടവരെല്ലാം യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണം. ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചോദിച്ചവർക്ക് ഉത്തരം വേണ്ടവർക്കെല്ലാം യൂട്യൂബിൽ തന്നെ കയറി വീഡിയോ കാണണം.
അല്ലെങ്കിൽ വേറെ ആര് വീഡിയോ കാണാനാ? അതെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു Q&A സെഷൻ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടെന്ന് വിചാരിക്കും അല്ലേ? അല്ലേ അല്ലേ? അല്ലേ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലേ? അതെ ഞാനല്ലായിരുന്നു ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാം നല്ലോണം ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിലെന്തെങ്കിലും നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം. അടുത്ത വീഡിയോയിൽ ഞങ്ങളത് നല്ലതാണെങ്കിൽ മാറ്റും, തിരുത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വി ആർ ഡബിൾ ബാലർ സൈനിങ് ഓഫ്. ബൈ ബൈ.